ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ omega-3 അയൺ പോലെയുള്ള ഘടകങ്ങൾ. അപ്പോൾ അത് ഒരുമിച്ച് നമുക്ക് കിട്ടാനുള്ള എന്തെങ്കിലും സപ്ലിമെന്റ്സ് ലഭ്യമാണോ? omega-3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ബോഡിക്ക് വളരെ വൈറ്റൽ റോളാണ് ഈ omega-3 നമ്മുടെ ബോഡിയിലുള്ളത്. അത് അവൈലബിലിറ്റി ആദ്യം തന്നെ നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയാം. ഈ omega-3 ബ്രെയിനും ഹാർട്ടുമായി വളരെ ആക്ടിവേഷൻ ഉള്ളതാണ്. ബ്രെയിനിലേക്കും ഹാർട്ടിലേക്കും ഭയങ്കര ആക്ടിവേഷൻ ഉള്ളതാണ് omega-3. ഈ omega-3യുടെ പ്രത്യേകത എന്ന് വെച്ചാല് നമ്മുടെ ഡിമെൻഷ്യ പോലുള്ള രോഗങ്ങൾ, അതേപോലെ മെമ്മറി ബൂസ്റ്റർ ആയിട്ട് അത് വർക്ക് ചെയ്യും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണത് ഹാർട്ടിന്റെ മസിൽസിനും ഹാർട്ടിന്റെ ഫങ്ഷനും വളരെ ഇമ്പോർട്ടന്റ് റോളാണ്. നമുക്കൊരു രോഗം അതില് നമ്മുടെ വൈറ്റൽ റോൾ എന്ന് പറയുന്നത് ബ്രെയിനും ഹാർട്ടും കിഡ്നിയൊക്കെയാണ്. അതിനൊരു ഡാമേജ് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ നശിച്ചു പോയി എന്നുള്ള അപ്പൊ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള വെരി ഇമ്പോർട്ടന്റ് റോള് ഈ omega-3 ഫാറ്റി ആസിഡിനുണ്ട്. അത് നമ്മുടെ ഹാർട്ടില് നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഹാർട്ടിലുള്ള ട്രൈഗ്ലിസറൈഡ്സ് പോലെയുള്ള എലമെന്റ്സിനെ കുറയ്ക്കാൻ, അതുപോലെ BP-നെ കൺട്രോൾ ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് റോളാണ് ഈ omega-3 ഉള്ളത്. അത് ട്രൈഗ്ലിസറൈഡ്സ് കുറയുക എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിന്റെ കൊറോണറി ആർട്ടറി പോലെയുള്ള ആർട്ടറികളുടെ കട്ടി കുറയ്ക്കുക എന്നുള്ളത്, സ്ട്രെങ്തനിങ് കുറയ്ക്കുക എന്നുള്ളത് ഒരു ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ളതും സ്ട്രോക്ക് പോലെയുള്ള ഒരു പ്രോബ്ലം നമ്മുടെ ബോഡിയിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് നമുക്ക് ഈ omega-3 ഫാറ്റി ആസിഡ് കഴിയും. ഇപ്പൊ ഈ ദിവസങ്ങളിൽ കോർപ്പറേറ്റ് ജോബ്സ് പോലത്തെ ജോബുകളിൽ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ വളരെ ഫീൽ ചെയ്യുന്നവർക്ക് വരുന്ന കാര്യങ്ങളാണല്ലോ ഇപ്പൊ ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ അങ്ങനെയൊക്കെ. അപ്പൊ അതിനൊക്കെ ഒരു പ്രതിവിധി എന്നുള്ളോണം, അല്ലെങ്കിൽ അങ്ങനത്തെ ജോബുകളിൽ സ്ട്രെസ്ഡ് ആയിട്ടുള്ളവർക്ക് ഇതൊരു നല്ല ഓപ്ഷൻ ആണ് എന്നാണോ? ശരിക്കും വളരെ എഫക്റ്റീവ് ആണ്. അതായത് സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ മെന്റലി നമ്മൾ വീക്ക് ആകുമ്പോൾ അത് നമ്മുടെ വയറുമായി, ദഹനവുമായി, നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ omega-3 വളരെ ഉപകരിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് BP-നെ കൺട്രോൾ ചെയ്യാനും, അതുപോലെ കൊളസ്ട്രോൾ ഒരു ഇമ്പോർട്ടന്റ് റോളാണ് നമ്മുടെ ബോഡി ഫംഗ്ഷനിൽ, ഡൈജസ്റ്റീവ് ഫംഗ്ഷനിൽ. അപ്പൊ അതിനകത്ത് എക്സ്ട്രാ വരുന്ന ട്രൈഗ്ലിസറൈഡ്സും അതുപോലെയുള്ള കാൽസ്യവും ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു ഹാർട്ട് അറ്റാക്ക്, കാർഡിയാക് ഫെയിലിയർ, കാർഡിയാക് അറസ്റ്റ് പോലെയുള്ള സംഭവങ്ങൾ വരുന്നത്. അങ്ങനെയുള്ളതിനെ മാറ്റാൻ നമുക്ക് omega-3 വളരെ ഉപകാരമാണ്. ഈ omega-3യുടെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഇത് നമ്മുടെ ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇതല്ല. അപ്പൊ അത് നമ്മൾ പുറമേ നിന്നുള്ള സപ്ലിമെന്റ്സ് വഴിയായിട്ട് മാത്രമേ ഇത് കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സാൽമൺ ഫിഷ്, അതുപോലെ നല്ല സീ ഫുഡ്, മത്സ്യങ്ങളിൽ നിന്നും, അതുപോലെ വാൽനട്ട്, അങ്ങനെയുള്ള ഫ്രൂട്ട്സിൽ നിന്നൊക്കെയാണ് നമുക്ക് omega-3 കിട്ടുക. ഇതിന്റെ ഫിഷ് ഓയിലാണ് നമ്മൾ കൂടുതലായിട്ട് ആൾക്കാർ എല്ലാവരും ഉപയോഗിക്കുക. ട്യൂണ മത്സ്യം, അതുപോലെ നമ്മുടെ സാധാരണ ചാള സാധാരണ ചാള എന്നല്ല, അത് നല്ല കോൾഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ചാളയിൽ നിന്നാണ് അത് കൂടുതൽ കിട്ടുക. അത് നമ്മൾ ബോയിൽ ചെയ്യുമ്പോഴൊക്കെ അതിന് കുറെ അംശങ്ങൾ നഷ്ടപ്പെടും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന്റെ എക്സ്ട്രാക്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഏത് കുട്ടികൾക്ക് പോലും പറയുന്നതാണ് omega-3 എന്ന് നമുക്ക് പറയുന്നത്. അത് നല്ലൊരു സോഴ്സ് ആണ് ഫ്ലാക്സ് സീഡ്, അതുപോലെ ചിയ സീഡ്, വാൽനട്ട്. പക്ഷെ ഇതൊക്കെ വാൽനട്ട് ഒക്കെ കോസ്റ്റ്ലി ആയതുകൊണ്ട് ആൾക്കാർ നേരിട്ട് അത് ഉപയോഗിക്കാനും, പിന്നെ അതിന്റെ ടേസ്റ്റ് ഒക്കെ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ടാണ് ജനങ്ങൾ ഇതിന്റെ ഓയില് മാക്സിമം യൂസ് ചെയ്യുന്നത്. അപ്പോ അത് എല്ലാ ദിവസവും നമ്മൾ ഒന്ന് വീതം 2 നേരം, ഒരു ക്യാപ്സൂൾ വീതം 2 നേരം കഴിക്കുന്നത് വളരെ ബെസ്റ്റ് ആണ്. അത് നമ്മുടെ മെമ്മറിക്കും നമ്മുടെ കാർഡിയാക് ഫംഗ്ഷനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാറ്റി ആസിഡ് ആണ് omega-3.